ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഫുൾ ബോഡി വർക്കൗട്ടാണ്. കാർഡിയോ വർക്കൗട്ട്, ജമ്പ് റോപ്പ് വർക്കൗട്ട് ആൻഡ് പുഷപ്പ്, അപ്പർ ബോഡി ആൻഡ് ആപ്സിനുള്ള വയറിനുള്ളതും എല്ലാം കൂടിയിട്ടുള്ള ഫുൾ ബോഡി വർക്കൗട്ടാണ്. ദിവസവും ഞാൻ ഇതേപോലത്തെ 1 മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യാറ്, അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വർക്കൗട്ടും അതിൻ്റെ റെസ്റ്റ് കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. 1 മിനിറ്റിന് കൂടുതൽ നമ്മൾക്ക് റെസ്റ്റ് കൊടുക്കാൻ പാടില്ല. പിന്നെ ആ ബോഡിയുടെ ആ ടെമ്പറേച്ചർ പിന്നെ താഴോട്ട് പോകും. പിന്നെ അതേപോലെ ആക്കി കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അരമണിക്കൂറായെന്നുണ്ടായാലും 1 മണിക്കൂറായെന്നുണ്ടായാലും അതിന് ടൈം വെച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഒരു 6 മണിക്ക് തുടങ്ങാന്നുണ്ടെങ്കിൽ 7 മണിക്ക് അവസാനിക്കുക, 7 മണിക്ക് തുടങ്ങാന്നുണ്ടെങ്കിൽ 8 മണിക്ക് അവസാനിക്കുക. ആ ടൈമിങ് വെച്ച് റെസ്റ്റ് ആയെന്നുണ്ടായാലും അതിൻ്റേതായ രീതിയിൽ 1 മിനിറ്റിലും കൂടുതൽ റെസ്റ്റ് കൊടുക്കാതെ കണ്ടിന്യൂ വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് അവസാനിച്ച് റൂമിൽ പോവുക എന്നുള്ളതാണ്. വീട്ടിലേക്ക് പോകാനുള്ളതൊക്കെ വീട്ടിൽ പോവുക. ജിമ്മിലേക്ക് പോകാൻ ഇപ്പോൾ ഞാൻ വിദേശത്താണുള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിനെല്ലാം ഭയങ്കര റേറ്റാണ്. നമ്മൾ ഇതേപോലത്തെ പബ്ലിക് വർക്കൗട്ടുകൾ സെൻറ്ററുകളുണ്ട് ഇവിടെ ദുബായിൽ പല സ്ഥലത്തും. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ പോയിട്ട് വർക്കൗട്ട് ചെയ്യാറ്. ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നടന്നു വന്നിട്ടുണ്ടായാലും എനിക്ക് കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്കേറ്റിങ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ബോഡി വാമപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചില സമയത്ത് ഒരു 2-3 കിലോമീറ്റർ സ്കേറ്റിങ് ചെയ്യും. അതിന് ശേഷം വന്നിട്ട് പിന്നെ ബാക്കിയുള്ള അപ്പോൾ കൂടുതൽ കാർഡിയോ വർക്കൗട്ടുകളൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ പുഷപ്പ്, പുള്ളപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ അവസാനിപ്പിച്ച് റൂമിൽ പോകാറാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യണത് കൊണ്ട് ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ കിട്ടും. അതുമാത്രമല്ല, നമ്മളെ പ്രായങ്ങൾ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് നമുക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള നമുക്ക് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 മണിക്കൂർ അരമണിക്കൂർ നമ്മൾ വർക്കൗട്ട് ഡെയിലി ചെയ്യാൻ നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കുക. ബാക്കി നമ്മളൊരു ദിവസം ഒരുപാട് നേരം മൊബൈലിലെല്ലാം കുത്തി കളിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു അരമണിക്കൂറെല്ലാം 1 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇതുപോലത്തെ വർക്കൗട്ടുകൾ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ തുടർന്ന് എൻ്റെ വീഡിയോസ് കാണാൻ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാർഡിയോ വർക്കൗട്ട് വെച്ചാൽ ബോഡി വാമപ്പ് ചെയ്യാനുള്ളത്. ആദ്യം ബ്രീത്തിങ് ചെയ്യുക, അതിനുശേഷം ജമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്യുക, അതിനുശേഷം പുള്ളപ്പ് ചെയ്യുക, പുഷപ്പ് ചെയ്യുക. അത് മാത്രമല്ല, വയറിനുള്ള ആപ്സിനുള്ള വർക്കൗട്ട്, ഫുൾ ബോഡി വർക്കൗട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ജിമ്മിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാർ, പൈസ ഉള്ള ആൾക്കാർക്ക് ജിമ്മിന് പോവുക. അല്ലാത്ത ആൾക്കാർക്കുള്ള അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതേപോലത്തെ പബ്ലിക് വർക്കൗട്ട് സെൻറ്ററിലെല്ലാം നമുക്കിങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. ഇഷ്ടപ്പെടുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒക്കെ നമുക്ക് ബാക്കിയുള്ള ഓരോ വീഡിയോസുകളും കാണാം. അതുമാത്രമല്ല, ഞാൻ ആദ്യം കാർഡിയോ ചെയ്യും. കാർഡിയോ ചെയ്തെന്നുണ്ടാൽ പിന്നെ പുഷപ്പ്, പുള്ളപ്പ്, പിന്നെ ആപ്സിനുള്ള വർക്കൗട്ട്, വയറിനുള്ള വർക്കൗട്ട്. മെയിനായിട്ട് വയറ് കുറയ്ക്കുക, പിന്നെ മസിൽ ഇതാക്കുക. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വർക്കൗട്ട് ഞാൻ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ശരീരം മസിൽ കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാക്കി കാണിക്കുക എന്നുള്ളത് നമ്മളെ ശരീരത്തിനും അതിൻ്റെ ഉന്മേഷത്തിനും വേണ്ടിയിട്ട് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതും. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ എല്ലാ മടികളും മാറ്റി വെച്ചിട്ട് ഈ വർക്കൗട്ടിന് നമ്മളുടെ ഇറങ്ങി തുനിഞ്ഞ് കഴിഞ്ഞിട്ടല്ലോ പിന്നെ നമുക്കൊരു ദിവസം പോലും വർക്കൗട്ട് ചെയ്യാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ വന്ന് വർക്കൗട്ട് ചെയ്യണമുണ്ട്. പല രാജ്യക്കാരും എല്ലാം നമ്മൾ ഭയങ്കര കമ്പനി ആയിട്ടാണ്, ഫ്രണ്ട്ലി ആയിട്ട്. ആഫ്രിക്കൻസ് ആയിരുന്നുണ്ടായാലും ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാനായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഒരുപാട് അറിവുള്ള ആൾക്കാരെല്ലാം വരാറുണ്ട്. പിന്നെ അവിടെ കരാട്ടെ, ഗുൺഫു ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതൊക്കെ അവരുടെ കൂടെ നമ്മൾ എല്ലാം ഓരോന്നും ചെയ്യാറുണ്ട്. അവരോട് ചോദിക്കാറുണ്ട്, അവരെ കൂടെ ചെയ്യാറുണ്ട്, വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാനും പഠിച്ചത്. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ നാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒക്കെ ഒരുപാട് എനിക്കും അറിയാം. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ പല രാജ്യക്കാരായിട്ടും ഇടപഴകിയിട്ട് അവർ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട്ടുകൾ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ ഇവിടെ അങ്ങനെ ജിമ്മിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരൻ്റെ കൂടെ കുറച്ച് നാളിങ്ങനെ അവൻ എന്നെ വിളിച്ചിങ്ങനെ ഈ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ചളി കളിക്കണ്ട, നീ വായോ നമുക്ക് ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജിമ്മിൽ പോയിട്ടുണ്ട്. ഞാൻ പോയില്ല എന്നല്ല,
അന്നൊക്കെ എന്ന് വെച്ചാൽ അത് കുറേ മുമ്പാണ്. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പൈസ ഇല്ല. പിന്നീട് ഇപ്പോൾ ഇവിടെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അങ്ങനെ ജിമ്മിലൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ചെറിയ ശമ്പളത്തിന് എടുക്കുന്ന ആൾക്കാരെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെയാണ് ഇങ്ങനത്തെ വർക്കൗട്ട് സെൻറ്ററുകൾ. ഇപ്പോൾ എൻ്റെ ഈ റൂമിൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് വന്ന് ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതി. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു 20-25 മിനിറ്റ് കൂടി നടന്നു കണ്ടാൽ വേറെ. അങ്ങനെ 2 സ്ഥലത്തുണ്ട്. പിന്നെ വേറെ പല സ്ഥലത്തൊക്കെ കുറച്ച് ദൂരങ്ങളൊക്കെ പോയി ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാറാണ്. ഇപ്പോൾ എൻ്റെ ജമ്പ് റോപ്പ് കഴിഞ്ഞ് അതിന് ശേഷം ഞാനിതാ ജമ്പിങ് ജാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യും. പുഷപ്പ് ചെയ്യും, പുള്ളപ്പ് ചെയ്യും. പിന്നെ അവിടെ അതേപോലെ തന്നെ പലരും ഡമ്പലൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഡമ്പലൊക്കെ എടുത്തിട്ട് നമ്മളെ ബൈസെപ്സിനുള്ളതും ഇതിനുള്ള വർക്കൗട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് റബ്ബറുണ്ട്. റബ്ബറിൻ്റെ വർക്കൗട്ടൊക്കെ പിന്നീട് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടില്ല. അതിന് ശേഷം ലാസ്റ്റ് വയറിനുള്ള എക്സസൈസ് ചെയ്തിട്ട് പിന്നെ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വർക്കൗട്ട് അങ്ങനെ അവസാനിപ്പിക്കണം. അപ്പോൾ ഞാനിതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള ഒരു പിന്നെ റെസ്റ്റൊക്കെ ഇതിലുണ്ട്. അങ്ങനെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വർക്കൗട്ട് ഞാൻ ചെയ്തിട്ട് അങ്ങനെ പോകാറുണ്ട്. അതെല്ലാ ദിവസം വന്ന് ചെയ്യും. ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുക്കാറുണ്ട്. പിന്നെ ഡ്യൂട്ടി പരമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വരില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് വേൾഡും കാര്യങ്ങളെല്ലാം പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് കുറച്ച് സമയത്ത് നമ്മൾ വരില്ല എന്നുള്ളതാണ്. അല്ലാത്ത എല്ലാ സമയത്തും എനിക്ക് എൻ്റെ പരമാവധി വന്നിട്ട് ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഇത് സ്ട്രെച്ചിങ് ഒക്കെയാണ് ചെയ്യണത്. ലെഗ് വൈഡാക്കിയിട്ട് പിന്നെ ലെഗിനുള്ള വർക്കൗട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മളെ ഫുൾ ബോഡി ലെങ്ത്ത് താങ്ങാനുള്ള സാധനമാണ് കാല്. അപ്പോൾ കാലിനൊക്കെ ഇപ്പോഴേ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാൽ ഒരുപാട് പ്രായമായി നടന്നത് നമുക്ക് സൂപ്പറായിട്ട് ചെറുപ്പക്കാരെ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ എല്ലുകൾക്കും മറ്റുള്ള മസിലുകൾക്കൊക്കെ സ്ട്രെങ്ത്ത് നമ്മളെ ചെറുപ്പത്തിൽ കൂട്ടിക്കൊണ്ടുവരാം. എന്നാലാണ് വാർദ്ധക്യ കാലത്ത് നമ്മളെ പ്രായം കൂടി വരുന്ന സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു അസുഖം ഇല്ലാണ്ട് നടക്കാൻ പറ്റുള്ളൂ. പിന്നൊക്കെ എല്ലാം ബാക്കിയുള്ളതെല്ലാം മുകളിലിരിക്കണം. പടച്ചവൻ്റെ അടുത്താണ് എല്ലാം ഇരിക്കുന്നത്. രോഗങ്ങൾ വരാനും വരാതിരിക്കാനെല്ലാം പല കാരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മളെ ബോഡീനെ ഇതാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ പുഷപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ തുടർച്ചയായിട്ട് കാണാൻ. ഓക്കെ, ഇത് ജമ്പിങ് ആണ്. ഇത് ബാക്ക് പെയിൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ട സംഭവട്ടെ ഈ ജമ്പിങ് എന്ന് പറയുന്നത്. ഞാൻ ജമ്പിങ് ഫ്രണ്ട് ടച്ച് ചെയ്യണ്, അത് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്ട്രൈറ്റ് ആക്കിയിട്ട് ലെഗ് ടച്ച് ചെയ്യണം, അത് കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് വൈഡ് ചെയ്തിട്ട് കൈ ടച്ച് ചെയ്യണത്, അങ്ങനെയൊക്കെയുള്ള ജമ്പിങ് ഒക്കെ. ഇങ്ങനെയുള്ള ജമ്പിങ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ തണ്ടിൽ വേദന, ബാക്ക് പെയിൻ അങ്ങനൊന്നും ഇല്ലാത്ത ആൾക്കാർ ആണ് ഇങ്ങനത്തെ ജമ്പിങ്ങുകളെല്ലാം ചെയ്യേണ്ടത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോർമൽ ജമ്പ് ചെയ്യുക. അപ്പോൾ കണ്ടില്ല, അതൊക്കെ ഇങ്ങനത്തെ ജമ്പിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ, അതുപോലെ എന്തെങ്കിലുമൊക്കെ എല്ലിന് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരൊന്നും ഇങ്ങനത്തെ ജമ്പിങ് ചെയ്ത് അവരൊക്കെ നോർമലായിട്ടുള്ള ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനേ പാടുള്ളൂ. ഇത് കുറച്ചും കൂടി ഭയങ്കര ഇത് കൂടിയിട്ടുള്ള ബ്രീത്തിങ്ങും സ്ട്രെങ്ത്തും കൂടിയിട്ടുള്ള ഹൈറ്റിലുള്ള ജമ്പിങ് ഇപ്പോൾ കണ്ട ഈ പറയുന്നതെല്ലാം ഇതെല്ലാം കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഈ ഒരു വയസ്സിൽ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരിനോട് ചോദിക്കും, ഇതൊക്കെ നീ ഇത്തരം ഇതിലൊക്കെ ചെയ്യാനൊക്കെ എത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കാറുണ്ട് അവിടെ. അപ്പോൾ ഞാനെൻ്റെ വയസ്സൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഞെട്ടും. അതിന് ശേഷം ഞാൻ ബ്രീത്തിങ് ഇത് ഇടയ്ക്ക് ചെയ്യണം. കുറച്ചൊരു 10-15 മിനിറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാൽ ഈ ബ്രീത്തിങ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യണത് നല്ലതാണ്. ഒന്ന് ഇങ്ങനെ സ്ട്രെച്ചാക്കി പിടിക്കുക, ബ്രീത്ത് ഇൻഹേൽ ആൻഡ് ഔട്ട്, ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ കൂടുതൽ നമ്മൾ റെസ്റ്റ് കൊടുക്കരുതിട്ടാ ബോഡിക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കൗട്ടിലൊക്കെ നമ്മൾ പോവും. പുഷപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അങ്ങനെ ഒരുപാട് വർക്കൗട്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വർക്കൗട്ട് സാധാരണ രാത്രിയാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ സമയം മാറ്റി. ഇപ്പോൾ ഞാൻ കാലത്താക്കി ഇപ്പോൾ പുഷപ്പാണ് ചെയ്യുന്നത്. നോർമൽ പുഷപ്പ്, അത് കഴിഞ്ഞാൽ ഡയമണ്ട് പുഷപ്പ്, പിന്നെ വൈഡ്. ഇതൊക്കെ നമ്മളെ കൈക്കുള്ള മസിലിന്, ട്രൈസെപ്സിന്, ചെസ്റ്റിന്, അങ്ങനെ അപ്പർ ബോഡിക്ക് വരുന്ന എല്ലാ മസിൽസിനും കിട്ടുന്ന വർക്കൗട്ടാണ് പുഷപ്പ് എന്ന് പറയുന്നത്. പുഷപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാനൊരു സെറ്റ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12, 15 അങ്ങനെ 3 സെറ്റായിട്ടാണ് ചെയ്യുക. പക്ഷേ ഇതിലെല്ലാം ഒരു സെറ്റ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു സെറ്റായിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഡയമണ്ട് പുഷപ്പാണ് ചെയ്യുന്നത്. നമ്മളെ ട്രൈസെപ്സ് മസിൽസിനും ബൈസെപ്സിനും കൂടിയിട്ട് കിട്ടുന്നതാണ്. ചെറുതായിട്ട് ബാക്ക് മസിൽസിനും കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടാൽ വൈഡ് ആക്കിയിട്ട് ചെയ്യും. അത് നമ്മളെ ചെസ്റ്റ് മസിൽസിനെ
ആ ഷേപ്പാക്കി കൊണ്ടുവരാനുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള ഡിഫിക്കൽട്ട് പുഷപ്പുകളുണ്ട്. അതെല്ലാം ഓരോ മസിൽസിനും മൊത്തത്തിൽ അപ്പർ ബോഡിക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഓരോ മസിൽസിനും ഇതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുന്ന പുഷപ്പുകളാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ഫുള്ള് ആ ഒരു മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോസിൽ കാണിച്ചു തരുന്നത്. ഇത് നമ്മളെ ഫുള്ള് ചെസ്റ്റ് മസിലിന് നല്ല ഷേപ്പ് കിട്ടാനുള്ള പുഷപ്പാണത്. അങ്ങനെ പുഷപ്പ്, അത് കഴിഞ്ഞാൽ പുള്ളപ്പ്, പിന്നെ അവിടെ പല ആൾക്കാരും ടെമ്പലെല്ലാം അവരായിട്ട് ഉണ്ടാക്കി കൊണ്ട ടെമ്പലുകളൊക്കെ ഉണ്ട് സിമെൻറ്റ് ഇതാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതൊക്കെ ആകുമ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുമ്പോൾ അതൊന്നും എടുത്ത് ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല, ചോദിക്കുക അവരോടത്ത് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുതന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയൊക്കെ അവരും വാങ്ങിയിട്ടൊക്കെ ചെയ്യും. ജമ്പ് റോപ്പ് കാര്യങ്ങളൊക്കെ അവർ ഇന്ത്യയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് പുള്ളപ്പാണ് ചെയ്യുന്നത്. പുള്ളപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ബോഡിക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് കിട്ടണം കേട്ടോ. നമ്മളെ ചെസ്റ്റ് ആൻഡ് വിങ്സ് ബാക്ക് മസിൽസിനും എല്ലാം കിട്ടുന്നതാണ്. കുറച്ചും കൂടിയും ചെസ്റ്റിനെ ഒന്ന് മോളിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് പിടിച്ച് കണ്ടാൽ നല്ല ഒന്നുകൂടി എഫക്റ്റ് കിട്ടും. ഞാൻ ഒരുപാട് നാളായി ചെയ്തിട്ട് ഈ പുള്ളപ്പൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരുന്നത്. ഇത് വന്നിട്ട് ഇത് ഫുൾ അടിക്ക് പോണതുണ്ട്, ഇത് ഹാഫ് പോണതുണ്ട്. ഇപ്പം ഞാൻ ഫുൾ അടിക്ക് പോകണില്ല, ഒരു പകുതിയെ പോകുന്നുള്ളൂ, കാ ഭാഗം പോകുന്നുള്ളൂ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എഫക്റ്റ് കിട്ടുക ട്രൈസെപ്സിനാണ്. ഫുൾ അടിക്ക് പോയിട്ട് വരാമെന്നുണ്ടെങ്കിൽ അത് ചെസ്റ്റിന് കൂടിയിട്ട് കിട്ടും. ഇതൊക്കെ എൻ്റെ ഒരു ഐഡിയ പരമായിട്ട് ഞാൻ ചെയ്യുന്ന പുഷപ്പുകളാട്ടോ. ഇതൊക്കെ അവരെല്ലാം അങ്ങനെ നോക്കി നിൽക്കും, പിന്നെ എന്ത് പുഷപ്പൊക്കെ ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ അടിക്ക് മുകളിലേക്ക് കയറി വരാനുള്ള ഒരു ഇതുണ്ട് അവിടെ. വികലാംഗരുടെ ആ വണ്ടി ഉണ്ടല്ലോ, അത് ഉന്തിക്കൊണ്ടാവുള്ള ഭാഗത്ത് ഇങ്ങനെ കൈവരിയായി വെച്ചിട്ടുള്ള കമ്പിയാണ്. അതുമ്പോൾ ഒരു കാല് കമ്പിയുമ്പോഴും ഒരു കാല് ബാലൻസ് കീപ്പ് ചെയ്തിട്ട് രണ്ട് കൈയും അതിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ള പുഷപ്പട്ട. ഇതൊക്കെ എൻ്റെ ടെക്നിക്ക് പരമായിട്ട് ഞാൻ ചെയ്യണ പുഷപ്പുകൾ. അങ്ങനെ ഒരുപാട് പുഷപ്പുകളുണ്ട്. ഇങ്ങനെ തന്നെ ഓരോന്നും നമ്മളായിട്ട് തന്നെയാണ് നമ്മൾ പലതും ഇതിൽ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ അവർ ആഫ്രിക്കൻ പയ്യുണ്ട്, അവന് സ്വന്തമായിട്ട് ഏതോ ഡപ്പയിലെല്ലാം കോൺക്രീറ്റ് എല്ലാം ഇട്ടിട്ട് വെയിറ്റ് എല്ലാം തുല്യാക്കി ഇതാക്കിയിട്ട് അവൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. അതിൻ്റെ PVC വന്നിട്ട് PVC പൈപ്പല്ല, അത് മറ്റേ വേറൊരു ഗ്രീൻ കളറുള്ള ഇതുണ്ട്. അത് നല്ല ടൈറ്റുള്ള പൈപ്പാണ്. അത് അതിൽ ഫിറ്റ് ചെയ്തിട്ട് അതിൽ അവൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ എടുത്ത് വെക്കും. പിറ്റേ ദിവസം അതേപോലെ എടുത്ത് അമ്മ ചെയ്തുകൊണ്ടാലും അതേപോലെ അവിടെ വെച്ചാൽ മതി അത്ര. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനും ബൈസെപ്സിനുള്ള പുഷപ്പ് ആമറ അടിച്ച് അത് ഞാൻ ഇപ്പോൾ ഡമ്പൽ മറ്റേതിൽ അടിക്കണ പോലെ ഞാൻ അടിക്കണം. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വർക്കൗട്ട്. അങ്ങനെ തന്നെയാണ് എൻ്റെ ഈ ബോഡി കാണുന്ന രീതിയിലുള്ള മസിലും കാര്യങ്ങളൊക്കെ ഈ സ്ട്രെങ്ത്താക്കി നിർത്തിയിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. ഇതേപോലെ എല്ലാ ദിവസവും ഞാൻ വർക്കൗട്ട് ചെയ്യാറാണ്. ഇനി ഇത് കൂടി കഴിയുന്നുണ്ടാൽ വയറിനുള്ള വർക്കൗട്ട് ചെയ്യും. ഓരോ സെറ്റ് കഴിയുന്നുണ്ടാലും 12 to 15 ഇതാക്കിയിട്ടാണ് ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ വയറിനുള്ള വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ആദ്യം ഇങ്ങനെ ലെഗ് 2 മോളിക്കാക്കി പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെങ്ത്താക്കി പിടിച്ചിട്ട് അതിന് ശേഷം പിന്നെ കാലുകൊണ്ടുള്ള ഒരുപാട് വയറിനാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ടുകൾ കേട്ടോ. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ള മസിൽസിലാണ്ട് ഏറ്റവും കൂടുതലുള്ള വയറിനുള്ള വർക്കൗട്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രയാസം വരാനും കുറയാനും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള മസിൽ നമ്മളെ വയറിൻ്റെ മസിൽ തന്നെ കേട്ടോ. അത് നമ്മളെ എന്താ പറയുക, ആ ഒരു ഭാഗം അങ്ങനെയാണ് നമ്മളെ ബോഡിയിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മളെ ഫുഡിലൊക്കെ ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട്. ചോറെല്ലാം നമ്മൾ വളരെ കുറയ്ക്കണം, എന്നാലാണ് നമ്മളെ വയറ് കുറയുള്ളൂ. മറ്റുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. ഇലവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സുകൾ, ചോറ് വളരെ കുറവ് കഴിക്കുക, മുട്ട കഴിക്കുക, ചിക്കൻ കഴിക്കുക, അതൊക്കെ കഴിച്ച് അതൊന്നും എന്തെന്ന് ഞാൻ പറയുക, അതെല്ലാം വാങ്ങി അത്ര ഇതിൽ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചോറ് തന്നെ കൂടുതൽ കഴിക്കുക ചെയ്യും. എന്നാലും നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ ഒരു വയറിനെ കുറച്ച് കുറവാക്കി നമുക്ക് നിർത്താൻ പറ്റും. ഡെയിലി ചെയ്തണ്ട, അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര കുടവയറായി നിൽക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ഞാൻ ഓരോ വർക്കൗട്ടും 3 സെറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. 12 അഥവാ 15 അങ്ങനെ 3 സെറ്റായിട്ടാണ് ചെയ്യുക. ഇതെല്ലാം വയറിനുള്ള വർക്കൗട്ടുകളാണ്. വയറാണ് ഏറ്റവും പ്രയാസം കുറയാനും. മറ്റുള്ള മസിൽസ് എല്ലാം വരുന്നത് പോലെ ആക്കിയെടുക്കുന്ന പോലെ 6 പാക്ക് അതുപോലെ വയറ് കുറയ്ക്കാനും അവിടുത്തെ കട്ടിങ്സ് വരാനും അത് നമ്മൾ ശരിക്കും ഫുഡിൽ കൺട്രോൾ ചെയ്താണ്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ഈ ഒരേ വീഡിയോസും ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് ഫുഡിൻ്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത് അവർ ചെയ്യണ കാണുന്നുണ്ടല്ല, എന്തെന്നാ പറയുക, ബീഫിൻ്റെതും അതിൻ്റെതും ഒക്കെ ആയിട്ടുള്ള പല വീഡിയോസുകളൊക്കെ ചെയ്യും. ഓരോ കടക്കാരത്, ഹോട്ടലേരത് സ്പെഷ്യൽ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കണമെന്നല്ല, എല്ലാ ഫുഡ് കഴിക്കണം, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭക്ഷണങ്ങളിലും. പക്ഷേ അതിനെല്ലാം ഒരു നിബന്ധന വെക്കണം എന്ന് മാത്രം എന്നുള്ളൂ. ബിരിയാണി കഴിക്കുമ്പോഴോ ഇതിനും ഇപ്പോൾ ഏറ്റവും ഗൾഫ് രാജ്യങ്ങളെല്ലാം
ഇത് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലും വെള്ളിയാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി തന്നെയാണ്. ചിക്കനായാലും മട്ടനായാലും ബീഫായാലും. ഞാനും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ബിരിയാണി കഴിക്കൂട്ടാ. പക്ഷെ അത് കഴിക്കുമ്പോൾ പിന്നെ ഞാൻ രണ്ടാമതൊന്നും ഇടാറില്ല. അവർ വന്നിട്ട് നമ്മളിങ്ങോട്ട് ചോദിക്കും. എല്ലാവരും 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇടുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ എങ്ങനെയായാലും ആ ഒരു വിശപ്പ് ഉണ്ടായിരുന്നുണ്ടായാലും ആ ഒരൊറ്റ ട്രിപ്പ് മുതലേ ഞാൻ അവസാനിപ്പിക്കൂട്ടാ. അപ്പോൾ വയറിനുള്ളത് ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായില്ല ഞാൻ ചെയ്തത്. ഇതെല്ലാം 3 സെറ്റ് 12 to 15 വെച്ച് ചെയ്യുക എല്ലാ വർക്കൗട്ടുകളും. പിന്നെ കാർഡിയോ വർക്കൗട്ട് പിന്നെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു സെറ്റിൽ 25 അല്ലെങ്കിൽ അങ്ങനെ 50 ആ ഒരു ഇതിലാണ് പോവുക. അതൊക്കെ ആകുമ്പോൾ ഒരു സെറ്റേ ചെയ്യാറുള്ളൂ. അല്ല കൗണ്ടിങ് കുറക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ 12-15 ആണെന്നുണ്ടെങ്കിൽ 3 സെറ്റ് വെച്ച് ചെയ്യുന്നു മാത്രം. വയറിനുള്ള വർക്കൗട്ടുകളെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ സ്ട്രെച്ചിങ് ആണ്, ബ്രീത്ത് ഔട്ട്. ഈ വർക്കൗട്ട് മെയിനായിട്ട് വർക്കൗട്ട് നമ്മൾ കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യണ്ട. വെച്ച് കഴിഞ്ഞാൽ അറിയാതെ നമ്മളെ ഈ വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും വല്ല മസിൽ പിടിക്കുക, വല്ല എന്തെങ്കിലും ഞരമ്പുകൾക്ക് നാടി ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും അത് പോവാനാണ് നമ്മൾ ഈ ബ്രീത്തിങ്ങും സ്ട്രെച്ചിങ്ങും ചെയ്യണം. നിർബന്ധമായിട്ടും ചെയ്യണം. ഞാനും ഒരുവിധം ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാരും അതേപോലെ മറ്റേത് ഇതുകൊണ്ട് കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ബ്രീത്തിങ്ങും സ്ട്രെച്ചിങ്ങും ചെയ്യാണ്ട് പോണ ആൾക്കാർ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ അത് കുറേ നാളുകളായിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും മസിൽ ക്യാച്ചിങ് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പക്ഷെ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യണം. അങ്ങനെ എൻ്റെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഇതൊക്കെ അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ബ്രീത്തിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് താഴോട്ട് നമ്മൾ ഔട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, വേറെ രീതിയിലുണ്ട്. അപ്പോൾ ഞാൻ പല രീതിയിലുള്ളതും പല അടുത്ത വർക്കൗട്ടിലെല്ലാം വേറെ രീതിയിലാവും ചെയ്യുക. അപ്പോൾ ഇത്രയും ആണ് എൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല? സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.